നമസ്കാരം. ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാറുണ്ട് ഏതെങ്കിലും ഫോട്ടോഗ്രാഫി അതുപോലെ തന്നെ വീഡിയോഗ്രാഫി കാറ്റഗറികളിലൊക്കെ വേക്കൻസീസ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വരാറുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. നമുക്ക് വേക്കൻസി വന്നിരിക്കുന്നത് പറഞ്ഞാൽ കുവൈത്തിലോട്ടാണ്. ഓക്കെ, കുവൈത്തിലോട്ട് വീഡിയോഗ്രാഫി അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി ഒക്കെ അറിയാവുന്ന കുറച്ച് ആളുകൾ, ഏകദേശം ഒരു 4-5 പേരെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് കുവൈത്തിലോട്ട് ആവശ്യമുണ്ട്. മെയിനായിട്ട് നിങ്ങൾക്ക് വരുന്ന വർക്കുകൾ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് ഉണ്ടാകുന്ന വെഡ്ഡിങ് ഷൂട്ടുകൾ, അതുപോലെ തന്നെ ഫോർമൽ ആഡുകളായിട്ടുള്ള മെയിനായിട്ട് ഓരോ കമ്പനികളുടെ ആഡ് കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ളതിന് ഫോട്ടോ എടുക്കുക, അതുപോലെ തന്നെ അതായത് പ്രൊമോഷൻ്റെ ഭാഗമായിട്ടുള്ള വീഡിയോഗ്രാഫി കാര്യങ്ങളാണ് നമുക്ക് വർക്ക് കാര്യങ്ങൾ വരിക. ഓക്കെ, അതുപോലെ തന്നെ ഏകദേശം നാട്ടിൽ ഒരു 4 ഇയർ എബോ എന്ത് ചെയ്യണം, നിങ്ങൾ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫിയിൽ എക്സ്പീരിയൻസ് കാര്യങ്ങളുള്ള ആളുകളായിരിക്കണം. ഓക്കെ, മീൻസ് എല്ലാതരം ക്യാമറകളും ഏകദേശം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന, അതുപോലെ തന്നെ അതിൻ്റെ ക്യാമറ സെറ്റിങ്സ്, അതുപോലെ തന്നെ ലൈറ്റ് സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലോട്ട് ഇപ്പം വിളിച്ചിട്ടുള്ളത്. 5 വേക്കൻസി നമുക്കുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റഗറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 250, അതുപോലെ 250-300 കുവൈത്ത് ദിനാർ മുതൽ ഏകദേശം 400 കുവൈത്ത് ദിനാർ വരെ നമുക്ക് സാലറി കാര്യങ്ങളുണ്ട്. ഓക്കെ, നല്ല വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 10 ഇയറൊക്കെ അടുത്ത എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഏകദേശം 400 തന്നെ നമുക്ക് എന്ത് കിട്ടും, കുവൈത്ത് ദിനാർ തന്നെ സാലറി കാര്യങ്ങൾ കിട്ടും. 400 കുവൈത്ത് ദിനാർ എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ നാട്ടിലെ 1,20,000 എബോ നമുക്ക് എന്തുണ്ട് സാലറി ഉണ്ട്. പിന്നെ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെയാണ് അവർക്ക് വേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ഫുഡും അക്കോമഡേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ലപോലെ തന്നെ നല്ല ഫെസിലിറ്റീസ് ആയിട്ടുള്ള VIP അക്കോമഡേഷൻ, അതുപോലെ തന്നെ ഫുഡും കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രൊഫഷണൽസ് ആയിട്ടുള്ള നല്ല ഫോട്ടോഗ്രാഫി കാര്യങ്ങൾ വീഡിയോഗ്രാഫി അറിയുന്ന നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഡോക്യുമെൻ്റ് കാര്യങ്ങൾ പെട്ടെന്ന് നമ്മൾ നമ്പർ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ഫോർവേഡ് ചെയ്തോളും. നിങ്ങൾ ഡോക്യുമെൻ്റ് അയക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 by 1 ആയിട്ട് വേണം അയക്കാൻ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ CV പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ എത്ര വർഷം എന്ത് ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം അതിലുണ്ടായിരിക്കണം, CV-യിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഡോക്യുമെൻ്റ് അയക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ CV-ക്ക് ശേഷം പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് ബാക്ക്. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ 1 by 1 ആയിട്ട് സ്കൂൾ സർട്ടിഫിക്കറ്റ്സ്, അതുപോലെ തന്നെ നിങ്ങൾ കോഴ്സായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫി കോഴ്സായിട്ടോ ഡിപ്ലോമയായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ. ദെൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുള്ള ഏതെങ്കിലും നല്ല ഫോട്ടോഗ്രാഫിക്കലായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വിഷ്വൽസ് അധികം വേണ്ട, ഓവറായിട്ട് പിന്നെ MB കയറ്റുന്ന രീതിയിലുള്ളത് വേണ്ട, നോർമൽ ചെയ്തിട്ടുള്ള ഒരു 3-4 സാമ്പിൾസും കൂടെ എന്ത് ചെയ്യുക CV-യുടെ കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ട് അയക്കുക. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന വീഡിയോ ഉണ്ടെങ്കിൽ, മീൻസ് നിങ്ങൾ ക്യാമറ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്ന വീഡിയോ ഒരാളോട് എന്ത് ചെയ്യാൻ എടുക്കാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക അതിൻ്റെയും കൂടെ ഒന്ന് ഇൻക്ലൂഡ് ആക്കിയിട്ട് അയക്കുക. അതിൻ്റെ നമുക്ക് പെട്ടെന്ന് സെലക്ഷന് കാര്യങ്ങൾ കിട്ടും. നല്ല സാലറി കാര്യങ്ങളാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സാലറി ഉണ്ടാകത്തുള്ളൂ. ഏകദേശം 250 KD തൊട്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഒരു സ്റ്റാർട്ടിംഗ് സാലറി മീൻസ് ഒരു 2.5 ഇയർ 3 ഇയർ എക്സ്പീരിയൻസ് മതി. ഏകദേശം 50,000 രൂപയുടെ മുകളിൽ സാലറി ആയി. ഓക്കെ, 250 KD എന്ന് പറഞ്ഞാൽ ഏകദേശം 50,000 മുകളിൽ സാലറി കാര്യങ്ങളുണ്ടാവും. പ്ലസ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് എക്സ്പീരിയൻസിനനുസരിച്ച് എന്തുണ്ട് സാലറി കാര്യങ്ങൾ ചേഞ്ച് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ താല്പര്യമുള്ള പെട്ടെന്ന് ഡോക്യുമെൻ്റ് കാര്യങ്ങൾ താഴെ നമ്പർ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, ഫോർവേഡ് ചെയ്തോളൂ. വലിയ ബൾക്കായിട്ടുള്ള രീതിയിലുള്ള ഇൻ്റർവ്യൂ കാര്യങ്ങളില്ല. മെയിനായിട്ട് നിങ്ങളുടെ CV-യും കാര്യങ്ങളും നിങ്ങളുടെ വീഡിയോസും കാര്യങ്ങളും നോക്കിയിട്ടാണ് നമ്മൾ സെലക്ഷൻ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഡോക്യുമെൻ്റ് കാര്യങ്ങൾ ഫോർവേഡ് ചെയ്തോളൂ. ഓക്കെ.